ഭഗവാന്റെ ശിഷ്യനാവുക, അതുപോലെ തന്നെ ഭഗവാൻ പറയുന്നത് അതേപടി അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുക. അപ്പൊ അതില് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നതിനുള്ള ചില കാര്യങ്ങളാണ്, അതും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. എന്ത്? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സമാധാനം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതിലൊരു കാര്യമാണ് പറഞ്ഞത്, ഒരുവൻ സ്ഥിതപ്രജ്ഞനായിരിക്കണം. ആ സ്ഥിതപ്രജ്ഞനായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ സന്തോഷത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, വേറെ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ശ്യാമസ്മിത മാതാജി ഹരേ കൃഷ്ണ, സ്വാഗതം. വീഡിയോയിൽ വരാം. സുശിംറു ഹരേ കൃഷ്ണ. 4 പേരേ ഉള്ളപ്പം വീഡിയോയിൽ വരാം. സുധീർപു ഹരേ കൃഷ്ണ. അപ്പം ഒരു വീഡിയോ വന്നില്ലെങ്കിൽ നമുക്കൊരു ഇന്ററാക്ഷൻ വലിയ പ്രയാസമാണ്. ഹരേ കൃഷ്ണ. അതാണ്. അപ്പം നമ്മൾ ഈ പണ്ട് പ്രസംഗം പഠിക്കത്തില്ലേ, ഈ മരച്ചീനി കൂട്ടങ്ങളുടെ ഇടയ്ക്ക് പോയിട്ടില്ലേ, മുളം കൂട്ടങ്ങളുടെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ സംസാരിക്കും. അന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പ്രസംഗ മത്സരം വരുമ്പം ഓഡിയൻസിന് സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ പതറുമല്ലോ. അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന സാറ് പറയും, നീ ഒരു കാര്യം ചെയ്യണം, മരച്ചീനി ആണ് ഓഡിയൻസ് ആയിട്ട് കണ്ടിട്ട് നീ സ്റ്റേജിലുമാണെന്ന് കണ്ടിട്ട് സംസാരിച്ച് ശീലിക്കണം. അപ്പം നിന്റെ ഇടർച്ച നിൽക്കും, ആ പതർച്ച പോകുന്നത്. അപ്പം പോവും. ആരും ഇല്ലല്ലോ, പണ്ടൊക്കെ ഞാൻ റൂറൽ ഏരിയ അല്ലേ, പോകും. പോയിട്ട് കയ്യിൽ പേപ്പറും ഒക്കെ ആയിട്ട് പോയിട്ട് നിന്ന് സംസാരിക്കും. അപ്പം എന്നതുപോലെ ആയിപ്പോവും നമ്മൾ ഈ ഇതിനകത്ത് ഈ വീഡിയോ വരാതിരുന്നു കഴിഞ്ഞാൽ മരച്ചീനികളോട് സംസാരിക്കുന്നത് പോലെ തോന്നും. ഹരേ കൃഷ്ണ. വലിയ ഗുണമുണ്ടായില്ലെന്ന് തോന്നുന്നു. അതെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്യാമ സുധീർദാസ് പ്രഭു ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഈ ശനിയാഴ്ചയിലെ ഈ ഇന്നത്തെ പ്രാർത്ഥന ഭഗവാൻ പറയുന്നത് എന്താണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്ഥിതപ്രജ്ഞനെ കുറിച്ച് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം 54 മുതൽ 72 ശ്ലോകം വരെ സ്ഥിതപ്രജ്ഞനെ കുറിച്ചാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. 54 മുതൽ 72 വരെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലക്ഷണങ്ങളെ നമ്മൾ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ജീവിതത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് പോലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത് അതിൻ്റെ പരമസത്യമാണ്. അപ്പം നമ്മൾ വായിക്കുന്നു 56, 57, 58 ശ്ലോകങ്ങൾ നമ്മൾ ഇന്ന് വായിക്കും. അല്ല, 57, 58, 59, 56 വരെ വായിച്ചു നിർത്തി. 56 വായിച്ചത്, ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാകാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും. അപ്പൊ അർജുനൻ ഭഗവാനോട് സ്ഥിതപ്രജ്ഞന്റെ എന്താ പറയാ ലക്ഷണങ്ങളും അവസ്ഥകളും ചോദിച്ചതിന് 55-ാമത്തേല് ഭഗവാൻ ഉത്തരം പറഞ്ഞു അല്ലെ? അതെ, 54 മുതൽ ഭഗവാന്റെ ഉത്തരങ്ങളാണ്. 54 അർജുനൻ ചോദിച്ചതല്ലേ? അതെ, അതിനെ തുറന്ന് 55 സോറി കഴിഞ്ഞ ക്ലാസ് 55 ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. 55 പറയാം. 55 പറഞ്ഞ ശ്രീ ഭഗവാൻ ഉവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള അന്തരീയ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു. അതായത് സ്വപ്നങ്ങളുടെ പുറകെ പോകരുത് എന്നർത്ഥം. അതിനെപ്പറ്റി വീണ്ടും എല്ലാം വായിച്ചതിന് ശേഷം പറയാം. അപ്പം വീണ്ടും പറയുന്നു, ദുഃഖേഷാനുദിഗ്മന സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും, ത്രിവിധ ക്ലേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. പ്രകൃതിയിലെ 3 ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 3 ദോഷങ്ങളും നമുക്കുണ്ട്. അപ്പം ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും
സുഖദുഃഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ ഒരു പെട്ടെന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ പ്രയാസമാണെന്ന് നമുക്ക് തോന്നും. മനുഷ്യനല്ലേ, മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ഷോഭം വരും, സങ്കടവും വരും, നൈരാശ്യവും വരും. ഇതൊക്കെ മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്, മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്, സാധാരണ മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്, നമ്മുടെ കൂടപ്പിറപ്പല്ല. അതാണ് വ്യത്യാസം. അപ്പൊ മനുഷ്യരെന്ന് പറയുമ്പം സുശീം പ്രഭു എത്രായിരം ടൈപ്പ്, 4000 സംതിങ് ഹ്യൂമൻ ബീയിങ്സിന്റെ ആ ഒരു ജനങ്ങൾ എന്തോ 4,000 4000 ടൈപ്പാണ് മനുഷ്യനുള്ളത്. പല രീതിയിലാണ്. അപ്പം നമ്മള് തിരുവനന്തപുരം ഓവർബ്രിഡ്ജിന്റെ താഴെ താമസിക്കുന്ന ഭിക്ഷക്കാർ, നാടോടികൾ മുതൽ ഏറ്റവും വലിയ കുലീനമായ സ്ഥാനത്തിരിക്കുന്നത് വരെ മനുഷ്യരാണ്. പല രീതിയിലാണ്, പല സ്വഭാവത്തിലാണ്. അപ്പം ആ ഒരു മനുഷ്യന്റെ ഗണത്തെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. നമ്മൾ ഇന്ന് ഭഗവാനെ അറിഞ്ഞതാണ്. അപ്പൊ നമുക്ക് ആ ഒരു നിലയിൽ ഈ 3 വിഷമത്തെയും നമുക്ക് അതിനെ തരണം ചെയ്യാനോ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ള അർത്ഥം അറിയാൻ പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. അതാണ് ഇനി അടുത്ത ശ്ലോകങ്ങൾ പറയാൻ വരുന്നത്. 57 യ സർവാത്രാൻ അഭിസ്നേഹ തത് തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദേഷ്ടി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ശ്രീമദ് ഭഗവത്ഗീതയുടെ ഗീതാവിഷയ സംഗ്രഹത്തിലേക്ക് സ്വാഗതം. അതിൻ്റെ ആദ്യത്തെ ശ്ലോകം നമ്മൾ കണ്ടിന്യൂഷൻ പോകുന്നത് 57, 2-ാമത്തെ അധ്യായം 57. യസ്സർവത്രാനഭിസ്നേഹ തത് പ്രാപ്യ ശുഭാശുഭം യസ്സർവത്രാനഭിസ്നേഹ തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. നാഭിനന്ദതി ന ദേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ശബ്ദാർത്ഥം യാതൊരുത്തൻ സർവത്ര എല്ലായിടത്തും ഏതിലും അനഭിസ്നേഹ സ്നേഹശൂന്യനായി തത് അതാത് ശുഭാശുഭം ശുഭാശുഭത്തെ പ്രാപിച്ചിട്ട് ന അഭിനന്ദതി അഭിനന്ദിക്കുന്നില്ല, ന ദേഷ്ടി ദേഷിക്കുന്നുമില്ല, തസ്യ അദ്ദേഹത്തിന്റെ പ്രജ്ഞ പൂർണ്ണജ്ഞാനം പ്രതിഷ്ഠിത സ്ഥിരതയാണ്. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദയ്ക്ക് ചെയ്യും. ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ. ഞാനിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നെന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യാഭ്യാസമായിരിക്കാം. ചില പുരസ്കാരങ്ങൾ നിരസിക്കുന്നവരുണ്ട്. തീർത്തും കാമാസക്തത്തിന് അടിമപ്പെട്ടവരായതുകൊണ്ടാണ് അവർ പുരസ്കാരങ്ങൾ നിഷേധിക്കുന്നത്. ഈ ശ്ലോകം പറയുന്നതാണ്. സമ്പൂർണ്ണ മണ്ടന്മാരാണ് അല്ലെങ്കിൽ ഫ്രാഡുകളാണ് എന്നാണ് കൃഷ്ണൻ പറഞ്ഞു വന്നത്. സത്യമാണ്, ചിന്തിച്ചു നോക്കിയാൽ മതി. അത് പോട്ടെ, നമ്മൾ ശ്ലോകത്തിലേക്ക് വരാം. യസ്സർവത്രാനഭിസ്നേഹ തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത.
तस्य प्रज्ञा प्रतिष्ठिता ഹരേ കൃഷ്ണ. സുശീം പ്രഭു. य सर्वत्रानपि स्नेहात् तत्प्राप्य शुभाशुभं नाभिनन्दति न द्वेष्टि तस्य प्रज्ञा प्रतिष्ठिता. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, എനിക്ക് ഏതാ ശ്ലോകം എന്ന് മനസ്സിലായില്ല. 57 രണ്ടിലെ 57 രണ്ടിലെ 57. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് പ്രഭു, അത് ഓപ്പൺ ആവണായിരുന്നു. ഞാൻ എടുത്തു വായിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. സുമാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യസ്സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. ശ്യാമസുധീർദാസ് പ്രഭു ഉണ്ടോ? हरे कृष्ण प्रभु. ഹരേ കൃഷ്ണ. यः सर्वत्रानभिस्नेहः तत्तत्प्राप्य शुभाशुभं नाभिनन्दति न द्वेष्टि तस्य प्रज्ञा प्रतिष्ठिता. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ആ. യസ്സർവത്രാനഭി സ്നേഹഃ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. ഹരേ കൃഷ്ണ. ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഭാവാർത്ഥം ബൈ ശ്രീ പ്രഭുപാദക്കി. സുമാജി ഭാവാർത്ഥം ഇത്തിരിയുള്ളൂ, ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നല്ലതോ ചീത്തയോ ആയ പരിവർത്തനങ്ങൾ ഭൗതിക ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത്തരം ഭൗതിക പരിവർത്തനങ്ങളിൽ അസ്വസ്ഥനാകാതെ നന്മ തിന്മകളുടെ ബാധ ഏൽക്കാതെയുള്ള ഭക്തനെ കൃഷ്ണാവബോധം ഉറച്ചവനെന്ന് കരുതാം. ദ്വന്ദ്ങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കാലത്തോളം നന്മ തിന്മകൾ അനുഭവപ്പെടാനിടയുണ്ട്. എന്നാൽ മംഗളകാരിയായ നിരപേക്ഷ സത്യമായ കൃഷ്ണനിൽ മാത്രം താല്പര്യമുള്ള കൃഷ്ണാവബോധത്തിലുറച്ച ഭക്തനെ അവ ബാധിക്കുകയില്ല. ആ വിധത്തിലുള്ള കൃഷ്ണാവബോധം സമാധി എന്നറിയപ്പെടുന്ന തികഞ്ഞ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ജീവാത്മാവിനെ എത്തിക്കുന്നു. ഹരേ കൃഷ്ണ. നോക്കൂ, ഇവിടെ അതിന്റെ ഈക്വലായിട്ടൊരു ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട്. എന്താണ്, ഏത് ശ്ലോകമാണ്? എപ്പോഴും പറയുന്ന ഒരു കോട്ടുന്ന ശ്ലോകമാണ്. ഇതിന് ഈക്വലായിട്ടൊരു ശ്ലോകം വരുന്നുണ്ട്. നല്ലതും എന്തോ തുല്യനിന്ദാസ്തുതിർമൗനിയാണ്. അല്ല, വേറൊരെണ്ണമുണ്ട്. ദ്വന്ദ്ം, അതായത് രാത്രിയും വരും, ഇരുട്ടും വരും, വേനലും വരും, മഴയും വരും. കുളു വന്നു. വസന്തകാലവും വരും, വേനൽക്കാലവും വരും. മാത്രാസ്പർശാസ്തു കൗന്ദേയ. ഒന്ന് പറഞ്ഞേ. എനിക്കറിയില്ല. സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ ആഗമപായിനോ നിത്യ താം തിതിക്ഷസ ഭാരത. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അതിന്റെ അർത്ഥം കൂടെ ഒന്ന് വായിച്ചേരെ. അല്ലയോ അർജുന, ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യ വിഷയങ്ങളോടുള്ള ബന്ധങ്ങൾ തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം മുതലായവ ഉണ്ടാക്കുന്നവയും വരികയും പോവുകയും ചെയ്യുന്നവയും നിത്യമല്ലാത്തവയും ആകും. അവയെ സഹിക്കുക. നമ്മൾ പഠിച്ച ശ്ലോകമാണ്. സ്മിതമാതി ഇട്ടിട്ടുണ്ട്, 14ാമത്തെ ശ്ലോകം. അപ്പം ഇവിടെ അത്തരം ഭൗതിക പരിവർത്തനങ്ങളിൽ അസ്വസ്ഥനാകാതെ നന്മ തിന്മങ്ങളുടെ ബാധ ഏൽക്കാതെയുള്ള ഭക്തനെ കൃഷ്ണാവബോധം ഉറച്ചവനെന്ന് കരുതാം. അപ്പം ആ ഫസ്റ്റ് അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അതാണ്. അപ്പൊ ആദ്യത്തെ ഒന്നാണ് വിശ്വാസം. അചഞ്ചലമായ ഒരു വിശ്വാസം നമുക്ക് വേണം. ആ വിശ്വാസത്തിൽ വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. കാളിയനെ ഏറ്റവും നട്വർലാൽ എന്ന് ഭഗവാനെ അങ്ങനെയാണ് വിളിക്കുന്നത്.
ലോകത്തെ ഏറ്റവും വലിയ നർത്തനം ചെയ്തതാണ് ഭഗവാൻ. കാര്യം പാമ്പിന്റെ തലയെന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ്, എണ്ണ വഴുപ്പ് പോലെയാണ്. പക്ഷെ ആ തലയിൽ നിന്നുകൊണ്ട് ഒരു തലയിൽ നിന്ന് മറ്റൊരു തലയിലേക്കും മറ്റു തലയിൽ നിന്ന് മറ്റു തലയിലേക്കും ചാടി ചാടി നിമിഷങ്ങൾ കൊണ്ട് നൃത്തം ചവിട്ടുന്ന ആ ഭഗവാൻ എത്ര വലിയ നർത്തകനാണ്. അങ്ങനെ ആ കാളിയൻ സറണ്ടർ ചെയ്തിട്ട് പറയും, അപ്പോൾ നീ മേലിൽ ഇവിടെ കാണരുതെന്ന് പറയുമ്പം, എനിക്ക് പോകാനൊരിടമില്ലെന്ന് പറയുമ്പം ഭഗവാൻ വഴി കാണിച്ചുള്ളൂ. എങ്ങോട്ടേക്കാണ് വിടുന്നത്? ഏത് നദിയിലേക്കാണ് വിടുന്നത് സ്മിതമാതാജി കാളിയനെ ഭഗവാൻ? യമുനയിൽ നിന്ന് വിടത്തില്ലേ? യമുനയിൽ നിന്ന് വിടും. അപ്പൊ അവിടെ പറയും, ഞാൻ ഗരുഡനെ ഭയക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകാത്തതെന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയും, എൻ്റെ കാലിന്റെ മുദ്ര നിന്റെ ശിരസിലുള്ളിടത്തോളം കാലം നിനക്ക് ഒരു ശത്രുക്കളും ഉണ്ടായിരിക്കില്ല എന്ന് പറയും. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ശരീരത്ത് ഭഗവാന്റെ പാദമുദ്രയുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു ശത്രുക്കളും നമുക്ക് ഉണ്ടാകില്ല. അതായത് ഒരു ശത്രുക്കൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസം. ആ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ആ തിലകം നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മൾ അത് ഇടണം എന്നൊരു തോന്നൽ വരികയുള്ളൂ. എത്ര സ്ഥലമാണ്? 12, 16 എണ്ണം മറക്കുന്നത്. എത്ര സ്ഥലമാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അല്ലേ? 12 സ്ഥലമല്ലേ? 12 സ്ഥലത്ത് ശരീരത്തിന്റെ ഫുൾ പ്രൊട്ടക്ഷൻ ഭഗവാന്റെ പാദസ്പർശനമേറ്റ ഗോപീചന്ദനം നമ്മുടെ ശരീരത്തിൽ ഇടുമ്പോഴത്തേന് ഫുൾ പ്രൊട്ടക്ഷനായി. ഈ ഒരു അചഞ്ചലമായ വിശ്വാസം നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഏതൊരു വിഷമത്തെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ശബ്ദാർത്ഥം ശീല പ്രഭുപാദ കീ ജയ്. യഥാച യാതൊരിക്കൽ അയം ഇവൻ സർവശക സകല പ്രകാരത്തിലും ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് വിഷയങ്ങളിൽ നിന്ന് കൂർമ്മം ആമ അംഗാനി ഇവ അംഗങ്ങളെ എന്ന പോലെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ സംഹരതേ പിൻവലിക്കുന്നു. തസ്യ അവന്റെ പ്രജ്ഞ ബോധാവസ്ഥ പ്രതിഷ്ഠിത ഉറച്ചതാകുന്നു. വിവർത്തനമാവർത്തനത്തോടെ ശീലപ്രഭുപാദക്കിച്ച് ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. എല്ലാ ഇന്ദ്രിയങ്ങളെയും അതിൽ നിന്ന് പുറമോട്ട് വലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. സ്മിതമാതാജി. യഥാ സംഹരതേ ഛായം കൂർമോ
കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. സോമാജി. ഹരേ കൃഷ്ണ. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനി വാ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. സംഹരതേ ഛായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിമി മാതാജി. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനി വാ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും കൂടെ വായിച്ചു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഇച്ഛാനുസരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് യോഗിയുടെയും ഭക്തന്റെയും ആത്മജ്ഞാനിയുടെയും ലക്ഷണം. എന്നാൽ ഭൂരിപക്ഷം ആളുകളും ഇന്ദ്രിയങ്ങൾക്കടിമപ്പെട്ടവരും അവയുടെ ഹിതപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. യോഗി എങ്ങനെയിരിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഇന്ദ്രിയങ്ങളെ വിഷപ്പാമ്പുകളോട് ഉപമിക്കാറുണ്ട്. നിയന്ത്രണത്തിന് വഴങ്ങാതെ പെരുമാറാനാണ് അവയ്ക്കിഷ്ടം. യോഗി ആവട്ടെ ഭക്തനാവട്ടെ പാമ്പാട്ടിയെ പോലെ ഈ സർപ്പങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടണം. അയാൾ ഒരിക്കലും അവയെ തന്നിഷ്ടപ്രകാരം പെരുമാറാൻ വിടാറില്ല. ധർമ്മശാസ്ത്രങ്ങളിൽ വിധിനിഷേധാത്മകങ്ങളായ പല നിബന്ധനകളും കാണാം. സുഖാനുഭോഗങ്ങൾ ചുരുക്കി ആ വിധിനിഷേധങ്ങളെ അനുസരിക്കാൻ കഴിയാത്തവർക്ക് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല. ആമ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അതിന് എപ്പോൾ വേണമെങ്കിലും അവയവങ്ങളെ ഉൾവലിക്കാം, വെളിപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ കൃഷ്ണാവബോധമുള്ളവർ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിന് വേണ്ടുന്ന പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു. മറ്റു സന്ദർഭങ്ങളിൽ ഉൾവലിക്കും. സ്വന്തം തൃപ്തിക്കായി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിന് പകരം അവയെ ഭഗവത് സേവനത്തിനായി അർപ്പിക്കുക എന്നതാണ് അർജുനൻ ലഭിക്കുന്ന ഉപദേശം. ഇന്ദ്രിയങ്ങളെ സദാ കൃഷ്ണാവ സേവനത്തിൽ വ്യാപ്തമാക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അവയെ ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്ന ആമയുടേത്. ഹരേ കൃഷ്ണ. എന്ത് പറയുന്നതിനെ പറ്റി സിമി മാതാജി വായിച്ചിട്ട് എന്ത് പറയും? 2 വരി സിമി മാതാജിയോടാണ് ചോദിച്ചത്. പറഞ്ഞോളൂ. ഇതിൽ നമ്മുടെ ആന്റി ഹീറോ ഇതിനകത്ത് ഏതാ വരുന്നത്? ആന്റി ഹീറോ ആരാണ്? അതായത് അല്ലെങ്കിൽ വില്ലൻ ആരാണ്? വില്ലൻ ഇന്ദ്രിയങ്ങള്. ഇന്ദ്രിയങ്ങളാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഭാഗവതം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രാജാ രഘുഗുണയിലാണ് അല്ലേ നമ്മൾ പണ്ട് പഠിച്ചത് അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് പട്ടായ പ്രഭുവിന്റെ ക്ലാസ്സിൽ. അതെ, ജഡഭരതൻ. അതെ. അപ്പം ഈ ഇന്ദ്രിയങ്ങളെ പല രീതിയിലാണ് ഈ ഇന്ദ്രിയങ്ങൾ പെരുമാറുന്നത്. നമ്മൾ പോലും അറിയാതാണ് ഈ ഇന്ദ്രിയങ്ങൾ പെരുമാറുന്നത്. അടുത്ത ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കിയിട്ടോ ജസ്റ്റ് വായിച്ചിട്ട്, ഇത് തീർത്തും ഹോംവർക്കാണ്, വീട്ടിൽ നിന്ന് തന്നെ വായിക്കണം. വിഷയ വിനിവർത്തന്തി നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോ അപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയ വിനിവർത്തന്തി നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോ അപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അപ്പം ഇന്ദ്രിയ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. പ്രഭുപാദർ എപ്പോഴും പറയും ആ ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ ഏറ്റവും അതിനു വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒന്ന് വിവാഹം എന്ന് പറയുന്നത്. അതൊരു ഇന്ദ്രിയ നിയന്ത്രണമാണ്. അപ്പം അതുപോലെ അത് മാത്രമല്ല പല കാര്യങ്ങളിലും പല ആഗ്രഹങ്ങളിലും. പണ്ട് ഒരു ബ്രിട്ടനിൽ നല്ലൊരു കവി ഉണ്ടായിരുന്നു. കവിയുടെ പേരെന്ന് വരുന്നത് റുഡ്യാർഡ് കിപ്ലിംഗ്. എഴുതി വെക്കണം.
റുഡിയാർഡ് ക്ലിപ്പിംഗ് അദ്ദേഹം മനോഹരമായ ചില വരികൾ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടാകും അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ വരികള്, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ സ്വപ്നങ്ങൾ കാണാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾ നിങ്ങളെ യജമാനനാക്കരുത്. നിങ്ങളുടെ യജമാനനാവരുത് സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകരുത്. പിന്നെ പറയുന്നത്, നിങ്ങൾക്ക് ചിന്തിക്കാനും ചിന്തകളെ നിങ്ങളുടെ ലക്ഷ്യമാക്കാനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയവും ദുരന്തവും നേരിടാൻ കഴിയുമെങ്കിൽ ഈ രണ്ട് വഞ്ചകരെയും ഒരുപോലെ പരിഗണിക്കണം. സുഖത്തിലും ദുഃഖത്തിലും നിങ്ങൾ ഒരേപോലെ കാണണം. അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കണം. ഇനി ശത്രുക്കൾക്കോ നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കോ നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കുറച്ച് സുഹൃത്തെങ്കിലും നമ്മുടെ ഒപ്പം കൂട്ടി നിർത്താൻ, നമ്മുടെ ലിസ്റ്റിൽ പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ, ക്ഷമിക്കാനാവാത്ത സാഹചര്യങ്ങളെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരം സാഹചര്യങ്ങളെ 60 സെക്കൻഡിന് അകത്ത് വെച്ചിട്ട് നമുക്കതിനെ നേരിടാൻ, അതിനെ മറക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിരിക്കും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞു. നോക്കിയാൽ വളരെ കറക്റ്റാണ്. ഭഗവത്ഗീതയുടെ ഈ വാക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യമാണ് നമ്മളെ ജീവിതത്തിൽ മനോഹരമായി പ്രാവർത്തികമാക്കേണ്ടത്. നമ്മൾ ഒരുപാട് സ്വപ്നം കാണും. ഈ സ്വപ്നങ്ങളുടെ പുറകെ മുന്നോട്ട് പോകരുത്. ശ്രീമദ് മഹാഭാഗവതത്തില് 9-ാമത്തെ സ്കന്ധത്തില് 19-ാമത്തെ ചാപ്റ്ററിൽ 14-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. ന ജാതു കാമകാമാനാം ഉപഭോഗേന സംയതി ഹവിഷ കൃഷ്ണ വർത്തമേവ ഭൂയ ഏവാഭി വർത്തതേ. അതായത് ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു തീയില് വെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എത്ര കിലോ വെണ്ണ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാലും അഗ്നി പറയത്തില്ല എനിക്ക് തൃപ്തിയായി, ഇനി ഒഴിക്കണ്ടെന്ന് പറയത്തില്ല. ഓരോ പ്രാവശ്യം ഒഴിക്കും തോറും ഇതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും, കത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ തന്നെയാണ് ആഗ്രഹങ്ങൾ. നമ്മൾ പറയും ഈ ആഗ്രഹം നിറവേറ്റിയതിന് ശേഷം നമുക്കെല്ലാം ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഗുരു ആശ്രയം എടുക്കണം എന്നൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് സമയമായില്ല എന്ന് പറയും. സമയമായില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പൂർത്തീകരിക്കാനാകാത്ത ഇന്ദ്രിയ തൃഷ്ണ കൂടെ ഉണ്ട് എന്നർത്ഥം. യാതൊരു സംശയമില്ല കാര്യത്തിൽ. എഴുതിത്തരാം. 99% അത് തന്നെയാണ്. ഭഗവാനോട് പറഞ്ഞ് നേരിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത എന്തോ ഒരാഗ്രഹമുണ്ട്. അതായത് ഭഗവത്ഗീത, ഒരു ഗുരുവിനെ ആശ്രയിച്ച് ഭഗവത്ഗീത പഠിക്കുന്നതിന് വേറെ എന്താ ബാരിയർ? എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ എന്താ റെസ്ട്രിക്ഷൻ? അപ്പൊ ഇവിടെ ആ ഇന്ദ്രിയങ്ങളെ അടക്കണം. അടക്കിയെങ്കിൽ മാത്രമേ, അപ്പൊ അത് അടക്കണം എന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത വായിച്ചേ പറ്റത്തുള്ളൂ. ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഭഗവത്ഗീത പഠനം മസ്റ്റാണ് ഇന്ദ്രിയ പൂർത്തീകരണത്തിന്. ഇല്ലെന്നുണ്ടെങ്കിൽ വ്യർത്ഥമായ, നേരത്തെ ആ കവി പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് സ്വപ്നങ്ങളുടെ പുറകെ പോകാനുള്ള അധികാരമുണ്ട്, പക്ഷേ സ്വപ്നങ്ങൾ കാണാനുമുള്ള അധികാരമുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾ നിങ്ങളുടെ യജമാനാകരുത്. കാര്യം അത് ഒരിക്കലും പൂർത്തീകരിക്കാൻ പോകുന്നില്ല അത്തരം ആഗ്രഹങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പം ഭഗവാനോട് പറയാൻ മടിക്കുന്ന ആഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് ഗുരുദീക്ഷ എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഗുരു ആശ്രയം എടുക്കാൻ പറ്റാത്തത്. സാധാരണ ഒരു ആഗ്രഹമാണെങ്കിൽ എൻ്റെ കുട്ടി പഠിക്കണം, തീർച്ചയായിട്ടും നേരെയുള്ള ആഗ്രഹമാണ്. അതിന് ഗുരുവാശ്രയം എടുക്കാൻ ഒരു തടസ്സവും നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ജീവിക്കണം, ആഹാരം വേണം, വസ്ത്രങ്ങൾ നല്ലതുപോലെ വേണം. തീർച്ചയായിട്ടും ഗുരുവാശ്രയം എടുക്കാൻ തടസ്സം നിൽക്കുന്നില്ല. അപ്പം നമുക്ക് ഭഗവാനോട് പറയാൻ മടിക്കുന്നതും അപ്പം സമയമായില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിനെ തിരിച്ചു കൊണ്ടുവരണം. ഇന്ദ്രിയ തൃഷ്ണയെ നമ്മൾ ജീവിതത്തിൽ സ്ഥിതപ്രജ്ഞനാകാനുള്ള ഇന്ദ്രിയ തൃഷ്ണകളെ നമ്മൾ അടക്കാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ ഇതിനെപ്പറ്റി വ്യാസമഹർഷി നാരദ മഹർഷിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങയുടെ ചരിത്രം ഞങ്ങൾക്കൊന്ന് ദയവായി കേട്ടാലും.
പ്രഥമ സ്കന്ധത്തിൽ നാരദ മഹർഷിയുടെ ഭാഗവത നിർദ്ദേശങ്ങൾ എന്നുള്ള അധ്യായത്തിലാണ് ഇത് പറയുന്നത്. അപ്പം നാരദ മഹർഷി പറയും, എൻ്റെ അമ്മയോടൊപ്പം ഞാൻ ഈ സപ്തർഷികളെ സേവിക്കാൻ പോകുമായിരുന്നു. അപ്പൊ നാരദ മഹർഷിയുടെ ചരിത്രം വ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുക. സേവിക്കാൻ പോകുമായിരുന്നു. അമ്മയെ നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ വളരെ ദുഃഖിതനായതൊന്നുമില്ല. എന്തുകൊണ്ട് ദുഃഖിതനായില്ല? കാരണം ഞാൻ ആ സപ്തർഷികളുടെ ഉച്ഛിഷ്ടമായിരുന്നു കഴിച്ചിരുന്നത്, പ്രസാദം മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സ് വളരെ ശാന്തമായിരുന്നു. എൻ്റെ അമ്മ നഷ്ടപ്പെട്ടതിൽ എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായില്ല എന്ന് പറയും. ഏറ്റവും നമുക്ക് ആരുമില്ല സഹായത്തിന്, അമ്മയും മകനും മാത്രം. ആ സമയത്താണ്, അപ്പം വേറെ ആരും നോക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് ആ അമ്മ നാരദ മഹർഷി എന്ന മകനെ ആ വീട്ടിൽ കൊണ്ടുപോകുന്നത്. എന്നിട്ട് നാരദ മഹർഷി ആ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് ഈ അമ്മ വേറെ എടുക്കുകയാണ്, ആ സപ്തർഷികളെ സേവിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് അമ്മയെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. പിന്നീട് നാരദ മഹർഷി ഒറ്റയ്ക്കാണ് വളരുന്നത്. പക്ഷേ വളർന്നത് എങ്ങനെയാണ്? ആ സപ്തർഷികളുടെ ഉച്ഛിഷ്ടം, ആ പ്രസാദം. അപ്പൊ ഇവിടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ദിവസവും കഴിയുന്നതും നമ്മൾ കഴിക്കുന്ന 3 നേരവും 3 സമയവും ഭഗവാന്റെ നിവേദ്യം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും പതുക്കെ ബോയിൽഡ് മിൽക്ക് സ്റ്റേറ്റ്മെന്റ്, പ്രഭു അതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ബോയിൽഡ് മിൽക്ക്. ഞാൻ എപ്പോഴും ഇപ്പം വായിച്ചതിന് ശേഷം പറയാണ് ബോയിൽഡ് മിൽക്ക്. ഒരു സാധാരണ പാലിനെ നമ്മൾ തിളപ്പിച്ച് സുധീർ പ്രഭുവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല പാൽപ്പായസം കിട്ടും. ഞാൻ വളരെ ക്ഷമയോടെ പാൽപ്പായസം ഉണ്ടാകും. ഇങ്ങനെ കുറെ പേരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ഷമയോടെ ഇട്ട് ഇളക്കി ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ക്രീമും ചേർക്കണ്ട. അപ്പൊ അതുപോലെ ഇങ്ങനെ തിളക്കും തോറും ഇതിന്റെ സ്വാദ് കൂടി വരും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതോടൊപ്പം തന്നെ നമ്മൾ നശിക്കുന്നൊന്നുമില്ല. സ്ഥിതപ്രജ്ഞ ഭ്രാന്തനായിട്ട് പോകുന്നൊന്നുമല്ല. സ്ഥിതപ്രജ്ഞനായിട്ട് പറഞ്ഞിട്ട് നമ്മളെ വേണ്ട സാഹചര്യത്തിൽ ഭഗവാൻ സംരക്ഷിക്കുകയും അനന്യ ചിന്തയന്തോ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അന്യചിന്തയില്ലാതെ എന്നെ നീ പ്രാർത്ഥിച്ച് സ്ഥിതപ്രജ്ഞനാണെങ്കിൽ, അങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞനെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല. കൃഷ്ണന്റെ ഗ്യാരണ്ടിയാണ്. അപ്പൊ ഒരു വേർഡ് അതിനകത്ത് വേണ്ട, അന്യചിന്തയില്ല എന്ന് പറയുമ്പോൾ നീ സ്ഥിതപ്രജ്ഞനായിരിക്കണം. സ്ഥിതപ്രജ്ഞനായിട്ട് എനിക്ക് ഭഗവാനുണ്ട് കൂടെ. ഭഗവാന്റെ പാദമുദ്ര എങ്ങനെ കാളിയനെ സംരക്ഷിച്ചു, അതുപോലെ ഗോപീചന്ദനം എൻ്റെ ശരീരത്തെ സംരക്ഷിക്കുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ, ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നതിലൂടെ എനിക്ക് ഇന്ദ്രിയങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തിലൂടെ പോകുമ്പം നമ്മൾ സ്ഥിതപ്രജ്ഞനായി. ഭൂമിയിൽ എന്തോ നടക്കട്ടെ, ഭൂമി ദ്വന്ദ്വമോഹത്തിന്റെ റിഫ്ലക്ഷനാണ് ഭൂമി. 3 ഗുണങ്ങളുടെ സമ്മിശ്രമാണ് ഭൂമി. ഈ ഭൂമിയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാം, നഷ്ടങ്ങൾ ഉണ്ടാകാം, ലാഭങ്ങൾ ഉണ്ടാകാം, തീരാ ദുരിതങ്ങൾ ഉണ്ടാകാം. ദുഃഖാലയം അശാശ്വതം. ഇതൊന്നും എന്നെ, ഭഗവത് ഭക്തനായി എന്നെ ബാധിക്കില്ല എന്ന മനസ്സ്, ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരും. എങ്ങനെ? ഭഗവാനെ ഭജിക്കുന്നതിലൂടെ, അചഞ്ചലമായ വിശ്വാസത്തിൽ. പിന്നെ ജീവിതത്തിൽ ആർക്കും നമ്മളെ ദ്രോഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടെ 59ാമത്തെ ശ്ലോകം പറയുകയാണ്, വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്യം രസോ അപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അങ്ങനെ നാരദ മഹർഷിക്ക് ഉന്നതമായ രുചി അനുഭവിക്കാൻ ഉള്ള ഭാഗ്യം കിട്ടി. അതിൻ്റെ ഭാവാർത്ഥം കുറച്ചിത്തിരിയേ ഉള്ളൂ. സ്മിതമാതാജി വായിച്ചോളൂ, വായിച്ചിട്ട് 2 വാക്ക് പറയും. ഹരേ കൃഷ്ണ. പ്രഭു 60 പറയണത് 59. 57, 58 വായിച്ചു. ഇനി 59 ഞാൻ ജസ്റ്റ് വായിച്ചു, ഹോംവർക്ക് എന്ന് പറഞ്ഞെങ്കിൽ വായിക്കാം.
59. വിവർത്തനവും ഭാവാർത്ഥവും വായിക്കട്ടെ. അതെ അതെ. ഹരീഷ്, വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. ഭാവാർത്ഥം: അതീന്ദ്രിയ അവസ്ഥയിലല്ലാതെ ഇന്ദ്രിയ സുഖാനുഭൂതിയിൽ നിന്ന് വിരമിക്കുക സാധ്യമല്ല. നിയമങ്ങൾ കൊണ്ടും നിയന്ത്രണം കൊണ്ടും ഇന്ദ്രിയാനുഭവങ്ങളെ തടയുന്നത് ഒരു രോഗിക്ക് ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ വിലക്കുന്നത് പോലെയാണ്. അത്തരം വിലക്കുകൾ രോഗിക്ക് ഇഷ്ടപ്പെടാറില്ല. ആ ഭക്ഷ്യവസ്തുക്കളെ ആസ്വദിക്കാനുള്ള ആഗ്രഹം അയാൾക്ക് കുറയുന്നതുമില്ല. അതുപോലെയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നിവ ഉൾക്കൊള്ളുന്ന അഷ്ടാംഗ യോഗാദി പ്രക്രിയകൾ ബുദ്ധി കുറഞ്ഞവർക്കായി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൃഷ്ണാവബോധത്തിന്റെ പുരോഗമനത്തിൽ പരമപുരുഷനായ കൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ചവനാകട്ടെ ജഡമായ ഭൗതിക പദാർത്ഥങ്ങളിൽ ആസക്തി തീരെയുണ്ടാവില്ല. ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിൽ അല്പബുദ്ധികളായ പുതുവിദ്യാർത്ഥികൾക്ക് വിധിക്കപ്പെട്ടവയാണ് നിബന്ധനകളെല്ലാം. എന്നാൽ കൃഷ്ണാവബോധത്തിന്റെ രസം ലഭിച്ചു തുടങ്ങുന്നത് വരെ മാത്രമേ ഈ നിബന്ധനകളുടെ ആവശ്യമുള്ളൂ. ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവനാകട്ടെ തുച്ഛ വിഷയങ്ങളിലുള്ള ആസക്തി തനിയെ നശിക്കും. ഹരേ കൃഷ്ണ. ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റത്തിൽ അല്പബുദ്ധികളായ പൊതുവിദ്യാർത്ഥികൾക്ക് വിധിക്കപ്പെട്ടതാണ് നിബന്ധനകളല്ല. എന്നാൽ കൃഷ്ണാവബോധത്തിന്റെ രസം, പാലങ്ങോട്ട് തിളച്ചങ്ങോട്ട് നല്ല ആ ടേസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ, ആ ബ്രൗണിഷ് കളറിൽ വന്നു കഴിഞ്ഞാൽ ഈ നിബന്ധനകളുടെ ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവനാകട്ടെ തുച്ഛ വിഷയങ്ങളുടെ ആസക്തി തനിയെ നശിക്കും. പിന്നെ ഈ നിബന്ധനകളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്ഥിതപ്രജ്ഞന്റെ മനസ്സിലേക്ക് എത്തും. മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇതിൽ പറയുന്നത് നമ്മൾക്ക് ഈ കൃഷ്ണാവബോധത്തിന്റെ രസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യത്തിലും നമുക്ക് ഇഷ്ടം തോന്നില്ല. ഇപ്പോ മുമ്പ് ഇതില് വരുന്നതിന് മുമ്പ് ഇപ്പൊ നോൺ വെജിറ്റേറിയൻ കഴിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അന്ന് അത് ഭയങ്കര ആസ്വാദനമായിട്ട് തോന്നിക്കാണുമായിരിക്കും. പക്ഷെ നമ്മള് ഇതില് വന്ന് നമ്മൾ പ്രസാദം കഴിക്കുകയും എന്താ പറയാ ഭഗവാനെ ഓഫർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതിന്റെ ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ പിന്നെ നമ്മള് ഒരിക്കലും തിരിച്ച് ആ നോൺ വെജിറ്റേറിയനിലേക്ക് പോകാൻ നമ്മൾക്ക് സാധിക്കില്ല. കാരണം ഇത്രയും നല്ലൊരു ഹയർ ടേസ്റ്റ് ഉണ്ടായിട്ട് പിന്നെ എങ്ങനെ നമ്മൾ അത്രയും ലോ ഗ്രേഡിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും? അപ്പൊ അതുപോലെ ഭഗവാന്റെ ഇവിടെ പറയുന്നുണ്ട്, ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ച ഒരാൾക്ക് പിന്നീട് വേറെ ഒന്നിനോടും ആസക്തി തോന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരിയാണ്. അപ്പം ഇവിടുത്തെ കൺക്ലൂഡിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ പ്രയാസം നമുക്ക് വല്ലാതെ അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിലെ വിജയത്തിലേക്ക് വലിയ തിമിർപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാണെങ്കിലും ഭഗവാന്റെ ടേസ്റ്റ് നമുക്ക് വന്നിട്ടില്ല എന്നുള്ള അർത്ഥം. ജീവിതത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാം, ജീവിതത്തിൽ നമുക്ക് വല്ലാതെ കഷ്ടപ്പാട് അനുഭവപ്പെടുന്നുണ്ട് എന്നതിനർത്ഥം നമുക്ക് ആ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ഭഗവാനുള്ള ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ടേസ്റ്റ് മുമ്പ് നിന്ന് കഴിഞ്ഞാൽ ഏതാണോ മധുരം, ഇപ്പം കയ്പിനേക്കാൾ കൂടുതൽ മധുരം നമുക്ക് എടുത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ മധുരത്തെ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ, കയ്പിനെ നമ്മൾ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ ദുഃഖത്തിലുപരി ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനോടുള്ള ആ ടേസ്റ്റ് നമ്മുടെ നിന്ന് കഴിഞ്ഞാൽ ഈ ദുഃഖമുണ്ട്, ആക്ച്വലി മനസ്സിലുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിലുണ്ട്. പക്ഷേ ആ ദുഃഖത്തെ നമ്മൾ വളരെ ഭാരമായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇല്ലേ? ശരിയല്ലേ? ഇതാണ് അതിന്റെ കൺക്ലൂഡിങ് പോയിന്റ്. അപ്പം സ്വപ്നങ്ങളുടെ പുറകെ പോകരുത്. അതേസമയം നമുക്ക് ക്ഷമിക്കാനുള്ള 60 സെക്കൻഡിനകത്ത് 1 മിനിറ്റിനകത്ത് വെച്ച് നമ്മൾ മടക്കാൻ സാധിക്കണം. സുഹൃത്തുക്കളെ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു 10 പേരെങ്കിലും നമ്മുടെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ ലിസ്റ്റിൽ പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരോട് വിരോധം തോന്നേണ്ട ആവശ്യമില്ല. കാര്യം ലോകത്തിലെ എല്ലാവരെയും നമുക്ക് മിത്രങ്ങളാക്കാൻ പറ്റില്ല, സുഹൃത്തുക്കളാക്കാൻ പറ്റില്ല.
ഹരേ കൃഷ്ണ. അപ്പം ഇതിൻ്റെ തുടർ ചർച്ചകളിലേക്ക് സ്വാഗതം. സുശീം പ്രഭു, ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ഉള്ള സ്ഥിതിക്ക് പേരൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ കേട്ടില്ല വ്യക്തമായിട്ട്. അല്ല, നമ്മള് അതിനകത്ത് എന്താ പറയുന്നത്, എങ്കിലും പ്രഭുവിന് പറയാൻ കാണും. ഇല്ല ഇല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും, നല്ല കാര്യങ്ങളാണ്, പക്ഷെ അത്ര എളുപ്പമല്ലെന്നേ ഉള്ളൂ. എളുപ്പമല്ല, അതാണ് ബുദ്ധിമുട്ടാണ്. അതാണ് ആദ്യം പറഞ്ഞത്. അതിനൊന്നും ഓർക്കാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ നാമജപം കൊണ്ട് അതൊക്കെ മാറുന്നെങ്കിൽ ഗുഡ്. പക്ഷേ അഭിനയത്തിന് ഞാൻ തയ്യാറുമല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓവർകം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് തെറ്റാണ്. ഞാനും അങ്ങനെ തന്നെ പറയത്തില്ല. സുശീം പ്രഭു എല്ലാത്തിനും ഓവർകം ചെയ്തു എന്ന് പറയത്തില്ല. പക്ഷെ ഞാൻ പരിചയപ്പെട്ടിടത്തോളം അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. അതങ്ങനെ തരണം ചെയ്യാൻ ശ്രമിക്കണമല്ലോ എല്ലാവരും. അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കാതിരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല അറിയാലോ, അതിനകത്തൊരു വാക്ക് ഉപയോഗിക്കും. അതിന് ഭഗവാൻ ഒരു വഴി വരും, ഭഗവാൻ കാണിക്കും. ഇല്ലേ? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഞാൻ മെറ്റീരിയൽ ഇതല്ല പറഞ്ഞത്, മറ്റു പ്രശ്നങ്ങളല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അറ്റാച്ച്മെന്റ് നമ്മൾ വെളിയിൽ വരണമല്ലോ. അതെ അതെ, അത് സാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ വരെ പോവേ എന്തോന്നും ആവട്ടെ, ഇഷ്യൂ അതല്ല ഞാൻ പറഞ്ഞു. അറ്റാച്ച്മെന്റ്സ് കാര്യമായിട്ടുണ്ട്, അത് ഇന്ന് വെളിയിലല്ല. പക്ഷെ ഒരു പരിധിവരെ അത് ചിലപ്പോ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് ഈ റിയൽ എഡ്യൂക്കേഷൻ നമ്മളൊരു റിഫൈൻഡ് ആളാക്കുമല്ലോ എന്തായാലും. സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ റിഫൈൻഡ് ആക്കും നമ്മൾ. മറ്റേ എഡ്യൂക്കേഷൻ കണക്കല്ല, ഇത് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു അത് നാമജപം ഒക്കെ ചെയ്യുന്നുണ്ടാവണം. മറ്റേ നമ്മളൊരു മോഡ് ഓഫ് ലിവിങ് മാറും. നമ്മള് ഒരു അന്ധമായ ജീവിതം നയിക്കുന്നതിന് പകരം ഒരു റിയലിസ്റ്റിക് ലൈഫ് ആണ് നയിക്കുന്നത് എന്ന് വിചാരിക്കാമെങ്കിലും, പക്ഷെ there is ഒരു ലെവൽ ഓഫ് അറ്റാച്ച്മെന്റ് ഇസ് there. അത് പൊതുവെ കാണുന്നുണ്ട് അതിനകത്ത്. ഇപ്പം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചുള്ള ഉത്തരം. അതെ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചുള്ള ഉത്തരം ഈ വരാൻ വേണ്ടിയിട്ടാണ്. അറ്റാച്ച്മെന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായി എന്ന് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഭഗവാനെ വിളിക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ ഒരു അറ്റാച്ച്മെന്റ് ഭൗതികതയെ കുറച്ചുകൂടി ആത്മീയമായിട്ട് മെർജ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ നമുക്കളെ ജന്മ പരമ്പര സൃഷ്ടിച്ചിരിക്കുന്നത് ഭക്തിയുത സേവനമായ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ്. അതിൽ തീർച്ചയായിട്ടും പല ആഗ്രഹങ്ങളും ഉണ്ടാകും. ആ ആഗ്രഹങ്ങളെ നമ്മൾ കാമാസക്തി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നങ്ങളുടെ പുറകെ പോകുന്നു എന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനന്തമായ ഇന്ദ്രിയ കാംക്ഷകളെ സ്വപ്നം കണ്ടുകൊണ്ട് സ്വപ്നത്തിന്റെ പുറകെ പോകരുത് എന്നാണ് പറഞ്ഞത്. അനന്തമായ കാര്യം ഒരിക്കലും പറ്റത്തില്ല. മിഥ്യാബോധമായ ചില സ്വപ്നങ്ങളുണ്ട്. നമുക്ക് തന്നെ അറിയാം അത് തീരാൻ പോകുന്നില്ല, ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ മനസ്സ് അത് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കൊണ്ടേയിരിക്കും. അത് അനാവശ്യമായ ഇന്ദ്രിയ തൃഷ്ണകൾ കൂട്ടത്തേ ഉള്ളൂ. എന്നാൽ ഒരിക്കലും അതിന് നമുക്കും അറിയാം, സ്വപ്നം കാണുന്ന നമുക്കറിയാം ഇതൊരിക്കലും പൂർത്തീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ഒരു സുഖം, ആ സുഖത്തിന്റെ പുറകെ നമ്മൾ പോവുകയാണ്. മിഥ്യാമായ സുഖം, മായയായ സുഖം, ഇതാണ് ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. അപ്പൊ സുശീം പ്രൂവ് ക്ലിയർ ആയല്ലേ? അറ്റാച്ച്മെന്റ് നമുക്കുണ്ട്, അതിനെ നമുക്ക് എടുത്തു പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ അറ്റാച്ച്മെന്റ് ഓവർകം ചെയ്തു പോയെന്നുള്ളൂ. അറ്റാച്ച്മെന്റ് ഉണ്ട് നമ്മുടെ ലൈഫിൽ, പക്ഷേ അത് സ്പിരിച്വൽ ലൈഫിലൂടെയുള്ള അറ്റാച്ച്മെന്റിൽ നമ്മൾ എത്തും. ഹരേ കൃഷ്ണ. നമുക്ക് ചെറിയൊരു പാട്ട് നമുക്ക് കേൾക്കാം എന്ന് തോന്നുന്നു. കമല, ഹരേ കൃഷ്ണ, റെഡിയാണോ? അപ്പൊ നമ്മള് റെഡിയല്ലേ? യെസ്. അപ്പൊ റെഡി ആകുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞ കൺക്ലൂഡിങ് പോയിന്റ്, നമ്മുടെ ഭൗതിക ശരീരത്തെ സംരക്ഷിക്കണം,
അതിന് നമുക്ക് ഗോപി തിലകം ആവശ്യമാണ്. നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം. അതിന് നിവേദ്യ ഭക്ഷണം ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് ഫേസ് ചെയ്ത് ഓവർകം ചെയ്യാൻ ഒരു സർട്ടൻ പീരീഡിൽ ഉണ്ടാവും കാലദോഷങ്ങൾ ഉണ്ടാവും. ആ കാലങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ സ്ഥിതപ്രജ്ഞനാണെന്ന് നമുക്ക് പറയാം. റെഡിയല്ലേ? ഹരേ കൃഷ്ണ പ്രഭു, ക്ലിയർ ആണോ? വെരി ഗുഡ്, ക്ലിയർ ആണ്. ഇത്തിരി കൂടെ വോളിയം കൂടിയ നല്ലത്. ഹരേ കൃഷ്ണ. യെസ്, കേൾക്കുന്നുണ്ട്. വംശീധാരി കൃഷ്ണ മുരാരി തുമാ വിനാ തു കഹാരേ. വംശീധാരി കൃഷ്ണ മുരാരി തുമാ വിനാ തു കഹാരേ. വംശീധാരി कृपा करो नाथ मैनू माना. कृपा करो नाथ मैनू माना. കേൾക്കാമല്ലോ. राखो लाज हमारा. വോളിയം ഇത്തിരി കൂടെ കൂട്ടാമോ? ഒരു മിനിറ്റ് പ്രഭു. നല്ല പാട്ട് ശകലം വോളിയത്തിൽ കേൾക്കുന്നതിനെക്കാട്ടും നല്ലത് തുറന്ന വോളിയത്തിൽ കിട്ടാൻ ഒരു സുഖം കിട്ടത്തില്ലേ? ഹരേ കൃഷ്ണ പ്രഭു. യെസ്, സൂപ്പർ. ഓക്കെ ഓക്കെ. ലിറിക്സ് സ്മിതമാതാജി ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആദ്യം തൊട്ട് തുടങ്ങിക്കോളൂ. ഓക്കെ ഓക്കെ. വംശീധാരി കൃഷ്ണ മുരാരി തുമാ വിനാ തു കഹാരി. വംശീധാരി കൃഷ്ണ മുരാരി തുമാ വിനാ തു കഹാരി. वंशीधारी कृपा करो नाथ मैनू माना. कृपा करो नाथ मैनू माना. राखो लाज हमारे प्रभु. राखो लाज हमारे. राखो लाज हमारे प्रभु. राखो लाज हमारे. वंशधारी कृष्ण मुरारी तुमा विना तु कहारे. वंशधारी अभय चरण करता स्मरण जप नाम तेरे. अभय चरण करता स्मरण जप नाम तेरे. अभय चरण आप मुझे ही स्वामी बाजा. आप मुझे ही स्वामी बाजा. आप मुझे ही स्वामी बाजा. आप गिरिधारी प्रभु. आप गिरिधारी.
आप गिरिधारी प्रभु आप गिरिधारी वंशीधारी कृष्ण मुरारी तुम विना दुःखहारी वंशीधारी कृष्ण मुरारी तुम विना दुःखहारी वंशीधारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे वंशीधारी कृष्ण मुरारी तुम विना दुःखहारी वंशीधारी कृष्ण मुरारी तुम विना दुःखहारी वंशीधारी. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിരുന്നു. മാത്രമല്ല നമ്മൾ വായിച്ച ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടായിരുന്നു. നോക്കൂ, ബി ഹോൾഡർ ഓഫ് ദ ഫ്ലൂട്ട് വംശീധാരി ഓ കൃഷ്ണ മുരളി വിത്തൗട്ട് യു ആൾ ഈസ് മിസറി. നോക്കൂ, എത്ര മനോഹരമായ അർത്ഥമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വളരെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ വായിച്ചിരിക്കുന്ന ശ്ലോകങ്ങൾ. ഓ റിമൂവർ ഓഫ് മൈ ഡിസ്ട്രസ് പ്ലീസ് ബി മേഴ്സിഫുൾ ടു മീ. ഈ ഒരു വരി നമ്മൾ ദിവസവും ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ, നമ്മൾ ഗോപീചന്ദനം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിവേദ്യം ഭക്ഷിച്ചു കഴിഞ്ഞാൽ, കൈൻഡ്ലി കാസ്റ്റ് മീ ടു റിമെമ്പർ യുവർ ഫീറ്റ് ദാറ്റ് ബീസ്റ്റ് ഓഫ് ഫിയർലെസ്നെസ്. ഭഗവാന്റെ പാദങ്ങൾ നമ്മൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ, ആ പാദചരണങ്ങളെ നമ്മൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിന്റെ ഭയപ്പാടിൽ നിന്ന്, ഭയമെന്ന സത്വം പോലും ഭയക്കും എന്നാണ് ഭാഗവതം പറയുന്നത്. ഭയമെന്ന സത്വം പോലും ഭയക്കുന്ന ഭഗവാന്റെ പാദചരണങ്ങൾ. ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പം നമ്മൾ ഉണ്ടാകുന്ന ഭയത്തെ എടുത്തു കളയാൻ ഭഗവാന്റെ പാദചരണങ്ങൾക്ക് കഴിയും, പാദകമലങ്ങൾക്ക് കഴിയും. ആൻഡ് അലോ മീ ടു ചാൻഡ് യുവർ ഹോളി നെയിം. ഭഗവാന്റെ ദൈവം വേണം നമുക്ക് നാമം ജപിക്കണം. നമ്മൾ പറയും 16 റൗണ്ട് ദിവസവും ജപിക്കണം. നമുക്ക് ജപിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അതിനും ഭഗവാന്റെ ദയ നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് സമയമില്ല എന്ന് പറയുമ്പം ആ സമയം കണ്ടെത്തിക്കാനുള്ള സമയം നമുക്ക് ഭഗവാൻ ദയ തന്നിട്ടില്ല, നീ ഇപ്പോഴും ജപിക്കാറായിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ അതിനെയും ഓവർകം ചെയ്യണം. ജമ്പിങ് പോലെയാണ് നമ്മൾ ഈ എന്താ പറയുന്നത്, അതിന് പേര് പറയുന്നത് എന്താണ് പ്രഭു? ലോങ് ജമ്പിങ്. ഈ ലോങ് ജമ്പിങ് നമ്മളിങ്ങനെ ചാടി ശീലിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മണലുകൾ കൊണ്ടിട്ടിട്ട് അല്ലേ, ആ ഒരു ലോങ് ജമ്പ് ഉണ്ട്. ഓരോ പ്രാവശ്യവും ജമ്പ് ചെയ്യുമ്പം നമ്മൾ ഓരോ അടി കൂടുതൽ നമുക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കും. അവസാനം നമുക്ക് ആ റീച്ചിങ് പോയിന്റിൽ എത്താൻ സാധിക്കും. അതുപോലെ നമ്മൾ നാമം ദിവസവും ജപിക്കണം. ഒരുപക്ഷെ 100 റൗണ്ടേ ജപിക്കാൻ പറ്റത്തുള്ളൂ, ഒരുപക്ഷെ നാളെ 2 റൗണ്ടേ ജപിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിരന്തരം ജപിക്കും തോറും നമ്മൾക്ക് അറിയാതെ 16 റൗണ്ട് ലിമിറ്റിലോട്ട് നമ്മൾ എത്തും, അറിയാതെ എത്തും, അത് ഉറപ്പാ. വളരെ സുന്ദരമായ ഈ ശ്ലോകങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ച ഇന്ദ്രിയ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തിലേക്ക് ഈ ശ്ലോകം വഴി നമുക്ക് എത്തിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. താങ്ക് യു കമല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഞാനൊരു കീർത്തനം ചൊല്ലാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ അതിനല്ലേ നേരത്തെ നിർത്തിയത്. ഹരേ കൃഷ്ണ. കമല നന്നായിട്ടുണ്ട്. താങ്ക് യു കമല. താങ്ക് യു, നന്നായിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമാധി.
വളരെ സന്തോഷം. Okay. പാടിക്കോളൂ. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ആ. പാഹി പാഹി ശ്യാമവണ്ണ പാഹി പാഹി മേഘവണ്ണ പാഹി പാഹി ശ്യാമവണ്ണ പാഹി പാഹി മേഘവണ്ണ എന്നെ ഞാൻ ഭജിക്കേണ്ടു എങ്ങനെ ഞാൻ വണങ്ങേണ്ടു എൻ മനസാം പാലാഴിയിൽ പള്ളികൊള്ളും ഭഗവാനെ പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ നാരിമാർത്തൻ ചേല ചുറ്റി പാടിയാടും കോമളനെ ഗോപികൾ തൻ മനസ്സിലെ തേനുകരും ശ്യാമവർണ്ണ പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ പീലി ചാർത്തി പട്ടോടുത്തും കാലുകൊണ്ട് താളമിട്ടു വേണുനാദം മുഴക്കുന്ന ഗാനലോല നിന്നെ കാണാൻ പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണം പാട്ടുപാടി ഞാനുണർത്താൻ ഏതു ഗാനം മൂളിടേണ്ടു എൻ മനസാം ശ്രീകോവിലിൽ വാണരുളും നീലവർണ്ണ പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ കോടി ജന്മം നൽകിയാലും നോമ്പു നോറ്റു ഞാനിരിക്കാം ഏതു നാമം ജപിക്കേണ്ടു രാധികാതൻ ചിത്തചോര എങ്ങനെ ഞാൻ ഭജിക്കേണ്ടു എങ്ങനെ ഞാൻ വണങ്ങേണ്ടു എൻ മനസാം പാലാഴിയിൽ പള്ളികൊള്ളും ഭഗവാനെ പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ പാഹി പാഹി മേഘവർണ്ണ പാഹി പാഹി മേഘവർണ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിട്ടുണ്ട്. അഷ്ടപതിയുടെ ലെവലാണ്. ഇടയ്ക്കാണ് എന്റെ കൂടെ വരേണ്ടത്, ഇടയ്ക്കാണ് കൂടെ വേണ്ടത്. അത് എനിക്ക് സത്യം പറഞ്ഞാ അതല്ല പ്രഭു, ഞാൻ ഇതിലെന്താ പറഞ്ഞത് എനിക്കതിന്റെ മറ്റേ ആ വേർഡ്സ് ഉണ്ടല്ലോ, ലിറിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം സ്മിതമാതിക്ക് എങ്ങനെ ലിറിക്സ് കിട്ടി? സാധാരണ കിട്ടി, തെരഞ്ഞു കണ്ടുപിടിച്ചു പ്രഭു. അപ്രീഷിയേറ്റ്. ഇതിനകത്ത് ഇതാരെഴുതി കഴിഞ്ഞാലും വളരെ അർത്ഥവത്തായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. സ്നിഗ്ധ ഹരേ കൃഷ്ണ. സ്നിഗ്ധക്കുട്ടിയെ ഉറക്കുന്ന പാട്ടായിരിക്കും. കഴിക്കുമ്പോഴും ഹരേ കൃഷ്ണ പറയുമ്പോഴും ഒക്കെ പാടി കൊടുക്കും.
അത് നോക്കൂ പറയുന്നത്, പാട്ടുപാടി ഞാനുണർത്താൻ ഏതു ജാനം മൂളിടേണ്ടു. പിന്നെ എന്താ പറയുന്നത്, എൻ മനമാം ശ്രീകോവിലിൽ ഭഗവാനെ ഹൃദയത്തിൽ എടുത്തിരുത്തിയിരിക്കുകയാണ്. വാണരുളും നീലവർണ്ണ മേഘശ്യാമള കൃഷ്ണ. പിന്നെന്താ, കോടി ജന്മം നൽകിയാലും നോമ്പു നോത്തു ഞാനിരിക്കാം. എത്ര കോടി ജന്മങ്ങൾ എനിക്കുണ്ടെങ്കിലും, എത്ര കോടി ജന്മമാണെങ്കിലും ഭഗവാനെ, ഞാൻ ആ ജന്മങ്ങളെല്ലാം നോമ്പ് നോക്കാം. അതായത് ഞാൻ ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. ഭഗവാന് വേണ്ടിയിട്ടുള്ള നോമ്പ് ഒറ്റ നോമ്പേ ഉള്ളൂ. ആ നോമ്പ് വ്രതം ഏകാദശി. ഞാൻ ആ ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. എത്ര ജന്മങ്ങൾ തന്നോട്ടെ, ഏത് നാമം എപ്പോഴും ഞാൻ അവിടുത്തെ നാമം ജപിക്കേണ്ടു എന്നാണ് പിന്നെ ചോദ്യം. ഏത് നാമമാണ് ഞാൻ ജപിക്കേണ്ടതെന്നാണ്. രാധിക തൻ ചിത്ത ചോരേ പാഹി. രാധാറാണിയുടെ ആ മനസ്സിനെ, ആ സ്നേഹത്തെ കവർന്നെടുത്ത കണ്ണ, ഞാൻ ഏത് നാമമാണ് അങ്ങയെ സന്തോഷിപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഇത്ര സുന്ദരമായ വരികളാണ് ഇത്. നമ്മൾ വായിച്ച് ഇത് മനസ്സിനെ ഉൾത്തിരുത്തി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിതപ്രജ്ഞനായി. അല്ലേ സുശീം പ്രഭു? നമ്മൾ സ്ഥിതപ്രജ്ഞനായി. നമ്മളെല്ലാം മറക്കും ഒരു നിമിഷത്തേക്ക്, അല്ലേ? ശരിയല്ലേ സുശീം പ്രഭു? ഹരേ കൃഷ്ണ. കേട്ടില്ല. നമ്മൾ മണിലാൽ പ്രഭുവിനെ പ്രഖ്യാപിച്ചല്ലോ. നമ്മളെ പിടിക്കരുത്. നമ്മള് സുധാപ്രജ്ഞനല്ല. മണിലാൽ പ്രഭുവിനെ നമ്മള് നേരത്തെ പ്രഖ്യാപിച്ചു. നമ്മള് സെക്കൻഡ് ചാപ്റ്റർ നടന്നപ്പോ നമ്മള് പറഞ്ഞില്ല. ഇല്ല, നമ്മളെല്ലാം സ്ഥിതപ്രജ്ഞരാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം സ്ഥിതപ്രജ്ഞരാണ്. നമ്മള് സ്ഥിതപ്രജ്ഞനല്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം സ്ഥിതപ്രജ്ഞരാണ്. പ്രഭുവൊക്കെ നല്ല വലിയൊരു സംഭവമാണ് സ്ഥിതപ്രജ്ഞൻ. അതെ, സത്യം. എന്നാലും സ്ഥിതപ്രജ്ഞനല്ലെങ്കിലും പണ്ടത്തേക്കാളൊക്കെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. നോട്ട് ദ പോയിന്റ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുശീം പ്രഭു, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. കൺട്രോൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്. നമുക്കറിയാം ദേഷ്യം. അങ്ങനെയല്ല, നമുക്ക് മെയിൻ ആയിട്ട് ക്രോധം, അതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്തു ചാടാം. അതൊക്കെ നന്നായി കുറയ്ക്കാൻ പണ്ടതേക്കാളും പറ്റുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. നമുക്ക് ക്രോധം കൊണ്ട് ഉപയോഗമില്ലെന്നും അത് ബുദ്ധി നശിപ്പിക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ നമ്മള് പതുക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, പണ്ട് നമുക്ക് അല്ല, നമ്മള് ആളെ വിളിച്ചു നിർത്തി റെസ്പോണ്ട് ചെയ്യും. ഞാന് സുമാജി ആദ്യം കാണുന്ന സമയത്ത് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കാണുന്ന സമയത്ത് എനിക്ക് ആ മുഖം കാണുമ്പോഴേ മനസ്സിലായി ഇത് പറയുന്നത് കേൾക്കുന്നില്ലേ? അതെ അതെ, സുമാജിയെ ആദ്യം കാണുന്ന സമയത്ത് സന്തോഷം. നന്നായി. സുധീർ പ്രഭു, ശ്യാമ സുധീർ പ്രഭു, എന്താ പറയാനുള്ളത്? എല്ലാരും പറഞ്ഞു, സുധീർ പ്രഭു മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞോളൂ. എങ്കിലും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, എത്ര ശ്രമിച്ചാലും പറ്റാത്തതാണ് ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യാനായിട്ട്. നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്, ഞാൻ ഉൾപ്പെടെ. കണ്ടില്ലേ പ്രഭു? എനിക്കറിയില്ലേ, പാട്ട് സൂപ്പറായിട്ടാ. എന്താ അതിന് പാട്ട് വളരെ നന്നായിന്ന്. ലയിച്ചിരിക്കാൻ പറ്റി. അല്ല, നന്നായി, വളരെ നന്നായി. മാഞ്ഞ് പാടാതിരിക്കരുത്, മാറി മാറി നിക്കരുത് എന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ അടുത്തല്ലേ പാടുക, കുഴപ്പമില്ല, കാരണം ധൈര്യമായിട്ട് പാടാം. അല്ല, എവിടെ അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. മാതാജി കേൾക്കുന്നില്ല. സുമാജി എന്താണെന്ന് ചോദിച്ചതാ. എൻട്രൻസ് ഫീ 95 എത്ര ഉണ്ട് തോന്നുന്നു അല്ലേ? അതെ മാതാജി, അതെ അതെ. ഈ മാസം ഫുൾ പോവാം എനിക്ക് തോന്നുന്നു. 95 പെർ ഹെഡ്. ഇപ്പൊ എടുക്കുന്നവർക്ക് ഈ മാസം ഫുള്ള് പോകാം. ഒരു പ്രാവശ്യമല്ല, 4-5 പ്രാവശ്യം അവർക്ക് പോകാം. അല്ല, അൺലിമിറ്റഡ് ടൈം ഈ മാസം പോവാം. ഈ മാസം ഒക്ടോബർ ഫുൾ. ഓക്കെ, അൺലിമിറ്റഡ് ടൈം. സ്നിഗ്ധയ്ക്ക് ടിക്കറ്റ് ഇല്ല. സ്നിഗ്ധയ്ക്ക് ടിക്കറ്റ് വേണ്ടാന്ന്. ചിൽഡ്രൻ ബിലോ 12 ടിക്കറ്റ് ഇല്ല തോന്നുന്നുണ്ട്. അപ്പം അതും നല്ലൊരു ഇൻഫർമേഷൻ എന്ന് മാത്രമല്ല, ഒരു ആത്മീയമായി തുടങ്ങുന്നതും കണക്കാക്കാം. അതെ അതെ, അതൊരു നല്ലൊരു തുടക്കമാണ്.
അവര് വളരെ അവര് നല്ലൊരു തുടക്കമാണ്. അവര് നല്ലൊരു തുടക്കമാണ്. അതും 5 ദിവസം. സൗദിയിൽ സിനിമയൊക്കെ തുടങ്ങിയില്ലേ ഇപ്പൊ? അതെ അതെ, നല്ല തുടക്കമാണ്. നല്ല തുടക്കമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ യൂത്തിന്റെ കുട്ടികളെ കണ്ടപ്പോ അവര് പറയുന്നുണ്ടായിരുന്നു അവര് ആ പ്രസന്റേഷന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓക്കെ, വളരെ മനോഹരമാവട്ടെ. നമുക്കൊരു 3 പ്രാവശ്യം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാൻ അനുഗ്രഹത്തുള്ളതെല്ലാം നന്മയാവും. പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കും. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളുടെ ഷെയർ ഹോൾഡർ ആവാൻ വേണ്ടിയിട്ടാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം, വളരെ സന്തോഷം. അപ്പം നല്ലൊരു തുടക്കം. അപ്പം ഇന്നത്തെ നാമജപം ഇവിടെ നമുക്ക് തൽക്കാലം എല്ലാവർക്കും, എല്ലാവരുടെ കുടുംബങ്ങൾക്കും, ബന്ധുക്കൾക്കും, ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, സമാധാനപരമായ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപത്തിലൂടെ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്തോടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി. അപ്പം പിന്നെ ഏകം ശാസ്ത്രം, സ്മിത മാതാജി, ഏകം ശാസ്ത്രം. ഏകം ശാസ്ത്രം ദേവകീപുത്രേ ഗീതം ഏകോ ദേവോ ദേവകീപുത്രേ ഏവ ഏകോ മന്ത്രഃ തസ്യ നാമാന്യാനി കർമാഭി ഏകം തസ്യ ദേവസ്യ സേവ ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. കൃഷ്ണായ വാസുദേവായ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കാർത്യായനി മഹാമായ മഹായോഗിൻ നദേശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുത്തേ നമഃ. ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഇവിടെ നമ്മൾ പൂർത്തിയാവുന്നു. വീണ്ടും നമുക്ക് കാണാം. സുമാജി, നമ്മൾ വീണ്ടും ബുധനാഴ്ച നമ്മൾ ആ രാമായണം നമ്മൾ പൂർത്തിയാക്കണം. അടുത്ത ആഴ്ച തൊട്ട് നമുക്കുണ്ടാവും. ഹരേ കൃഷ്ണ. രാമായണം തുടങ്ങണ്ടോ? നമുക്ക് പൂർത്തിയാക്കണം. തുടങ്ങി വെച്ചതല്ലേ, പൂർത്തിയാക്കണ്ടേ. ബുധനാഴ്ച നമുക്ക് ഇരിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം 100 അല്ലേ? 100, 99, 98, 97, 5. അപ്പം 5. ഓക്കെ, 5, 4, 3, 2, 1, 0. ഗോപിനാഥ് പ്രഭു എവിടെ? ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു എവിടെ? ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം കൊണ്ട് പോയി. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പോൾ സുശീം പ്രഭു കാണാം വീണ്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഡിം. ഓക്കെ, ഹരേ കൃഷ്ണ. ഡിം. ഹരേ കൃഷ്ണ.